everyone, welcome to Mehar's Kitchen. ഇന്ന് നമുക്ക് ഒരു പ്രോൺസിന്റെ റെസിപ്പി നോക്കിയാലോ? ചെമ്മീൻ കൊണ്ട് ചില്ലി ഉണ്ടാക്കിയാലോ? പ്രോൺസ് ചില്ലി. മമ്മിനൊരു റെസിപ്പി ചോദിച്ചാലോ? അപ്പോൾ ഈ ടേസ്റ്റിയായ റെസിപ്പി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1/2 കിലോ ചെമ്മീനാണ്. ചെമ്മീൻ വൃത്തിയാക്കിയതിന് ശേഷമാണ് 1/2 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെയിൻസൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. പിന്നെ 1 ടേബിൾ സ്പൂൺ വിനെഗർ, 1 ടേബിൾ സ്പൂൺ സോയ സോസ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റാണിത്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കുറച്ച് കളർ ഓപ്ഷണലാണ്. ഇത് ഇഷ്ടമില്ലെങ്കിൽ യൂസ് ചെയ്യണ്ട. അപ്പോൾ ആദ്യമായിട്ട് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യണം. അതിനായിട്ട് ചെമ്മീൻ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നേരത്തെ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് എല്ലാം ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. സോയാ സോസ്, വിനെഗർ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, കുരുമുളക് പൊടി ഇവയെല്ലാം ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ചെമ്മീനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചെമ്മീൻ്റെ നന്നായിട്ട് മസാല കൂട്ടി ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു റാപ്പ് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ മാരിനേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് 1/4 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നന്നായിട്ട് എണ്ണയിലൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നന്നായിട്ടൊന്ന് പാനിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ടും സൈഡൊക്കെ മറിച്ച് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. അങ്ങനെ ഇതാ ചെമ്മീനിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഒരു 8 മിനിറ്റ് എടുത്തു ഇങ്ങനെ ആയി വരാൻ. അപ്പോൾ ഇനി നമുക്ക് ഇത് കോരിയെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ചെമ്മീനെല്ലാം കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇതിൻ്റെ മസാല പ്രിപ്പയർ ചെയ്തെടുക്കാം. മസാല ഉണ്ടാക്കാൻ ആവശ്യമായി ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. 1 കപ്പ് ക്യാപ്സിക്കം ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് സവാള ക്യൂബ്സായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പച്ചമുളക് ഇത് നടുവെന്ന് കീറിയിട്ട് എടുത്ത് വെക്കണം. പിന്നെ ആവശ്യത്തിന് മല്ലിയില, പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, 2-3 ചുവന്ന ഉണക്കമുളക്, പിന്നെ 2 ടീസ്പൂൺ കശ്മീരി ചില്ലി പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, പിന്നെ 2 മീഡിയം തക്കാളി എടുത്തിട്ട് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 1/2 കപ്പ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ക്യാപ്സിക്കം, സവാള, പച്ചമുളക് ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒരു 1/2 വേവ് ആക്കിയെടുക്കണം. ഇത് നന്നായിട്ട് വേവാനും പാടില്ല. പിന്നെ കുറച്ച് ചെറുതായിട്ട് ക്രഞ്ചി ആയിരിക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഇങ്ങനെ ചെയ്തെടുക്കാൻ. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഇത് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് മാറ്റി വെക്കാം. ശേഷം നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്ത പാൻ എടുത്തിട്ട് ആ സെയിം ഓയിൽ തന്നെ നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും ഉണക്കമുളകും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇത് വഴറ്റിയെടുക്കണം.
വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് 2 മിനിറ്റോളം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളി പേസ്റ്റ് ഒഴിച്ച് കൊടുക്കാം. അതോടൊപ്പം തന്നെ റെഡ് ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. പിന്നെ മസാലപ്പൊടികളും പിന്നെ ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചെമ്മീനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെജിറ്റബിൾസ് വഴറ്റുമ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എണ്ണയൊക്കെ പുറത്ത് തെളിയണ വരെ ഇളക്കി കൊണ്ട് തന്നെ മസാല വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ മസാല എല്ലാം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ. മസാല ഇതാ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ പുറത്ത് തെളിയാൻ വന്നിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഡ്രൈ ആയിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു പരുവത്തിൽ വേണം മസാല ആക്കിയെടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ വെള്ളം നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്യാം. ഉപ്പ് കുറവ് തോന്നുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്തിട്ട് പാകമാക്കിയെടുക്കാം. ചെമ്മീൻ ഈ മസാലയിലിട്ട് കുറച്ച് നേരം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇതൊന്ന് ബോയിൽ ആവണ വരെ ഇത് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ മസാലയും ചെമ്മീനൊക്കെ നന്നായിട്ട് ബോയിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ നേരത്തെ വെച്ച വെജിറ്റബിൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് ബോയിൽ ആവണ വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ അതാ അടിപൊളി ചില്ലി പ്രോൺസ് റെഡിയാണ്. ചെമ്മീൻ ചില്ലി നല്ല ടേസ്റ്റാണ്. വളരെ സിമ്പിളാണ്. നല്ല സ്പൈസി ഒക്കെയാണ്. അപ്പോൾ ട്രൈ ചെയ്യുക. എന്നിട്ട് ഞങ്ങളെ അറിയിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു. റെസിപ്പി ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്ത് കൊടുക്കണം പുതിയ റെസിപ്പീസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടാനായിട്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.